എല്ലാം ഗംഭീരമായി കൊള്ളാം. നല്ലൊരു ഭംഗിയുള്ള കളർ തീം അല്ലേ ഇത്? ഞാനിപ്പോൾ നിൽക്കുന്ന എവിടാന്നറിയാമോ? സിനിമ ഹാസ്യ മേഖലകളിൽ തൻ്റെതായ സാന്നിധ്യം അറിയിച്ച നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട സുപരിചിതനായ ശ്രീ രമേശ് പിഷാരടിയുടെ ഭവനത്തിലാണ്. അദ്ദേഹത്തിന് ചില ഇന്റർവ്യൂകളിൽ അദ്ദേഹം പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏറ്റവും അധികം ചെല്ലാൻ ആഗ്രഹിക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് വീടാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഭവനം അണിയിച്ചൊരുക്കിയിരിക്കുന്നത്, അതിൻ്റെ ഇൻറ്റീരിയർ പ്രൊജക്റ്റുകൾ ചെയ്തിരിക്കുന്നത് ലുവല്ല വെഞ്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. ഇപ്പൊ മനസ്സിലാക്കാണല്ലോ ഞാൻ എന്തുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത് എന്നുള്ളത്. ഈ വീടിന്റെ ഓരോ ഭാഗങ്ങളും വ്യത്യസ്തങ്ങളായ കളർ തീമുകൾ ഇൻവോൾവ് ചെയ്തുകൊണ്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഇന്റീരിയർ കാഴ്ചകളിലേക്ക് ഒന്ന് പോയിട്ട് തിരിച്ചു വരാം. കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, വളരെ സിമ്പിളും എലഗൻറ്റുമായിട്ടുള്ള ഒരു ഡിസൈനാണ്. ലൈറ്റായിട്ടുള്ള ഭംഗിയുള്ള കളറുകൾ മാക്സിമം ഇതിൻ്റെ ഇൻറ്റീരിയറിൽ കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ളതും വളരെ പാഷനേറ്റ് ആയിട്ടുള്ളതുമായ ടീം അംഗങ്ങളാണ് ലുവല്ലയോടൊപ്പം ഉള്ളത്. അതുകൊണ്ട് തന്നെ അവർ നമുക്ക് പറഞ്ഞു തരുന്ന ഐഡിയാസ്, അവർ കാണിച്ചു തരുന്ന ഡിസൈൻസ് എല്ലാം വളരെ എക്സ്ക്ലൂസീവും നമുക്ക് വളരെ കൗതുകം തോന്നുന്നതുമാണ്. പലപ്പോഴും നമ്മളുടെ ഐഡിയകളോടൊപ്പം അവരുടെ ഒരു ക്രിയേറ്റീവ് ടീമിൻ്റെ ഐഡിയകളും അവർ നമുക്ക് സജസ്റ്റ് ചെയ്യുന്ന കളർ കോമ്പിനേഷനുകളും എല്ലാം വളരെ മികച്ചതായിട്ട് കാലത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന കാര്യങ്ങളായിട്ട് തോന്നുന്നുണ്ട്. മറ്റൊന്ന്, എപ്പോഴും നമ്മൾ ഈ ഇൻറ്റീരിയറിൻ്റെ ഒരു വിഭാഗത്തിലേക്ക് കിടക്കുന്നത് വീട് പണിയുടെ ഏറ്റവും അവസാന ഘട്ടങ്ങളിലാണ്. ആ അവസാന ഘട്ടങ്ങളിൽ ഇത് തുടങ്ങുമ്പോൾ മറ്റു പല ജോലികളും തീരാനുണ്ടാവും. അതിൻ്റെ കൂട്ടത്തിൽ ഇൻറ്റീരിയറിൻ്റെ സംഘം വീട്ടിൽ കയറിയിട്ടുണ്ടാവും. അപ്പോൾ ഇത് തമ്മിലുള്ള വലിയ ഫ്രിക്ഷൻസ്, അല്ലെങ്കിൽ അത് ഭംഗിയായിട്ട് തീർത്തെടുക്കുക, ഇത് ഓൺ ടൈമിൽ തീർക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ശ്രമകരമായ ജോലിയാണ്. ലുവല്ലയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് അവർ പറഞ്ഞ ഡേറ്റ് എന്താണോ ആ സമയത്ത് അവർ കൃത്യമായും പണി തീർത്ത് ഫിനിഷ് ചെയ്ത് പോകുന്നു എന്നുള്ളതൊരു അത്ഭുതാവഹമായ കാഴ്ചയാണ്. അത് സാധാരണ അങ്ങനെ കാണാറില്ല. ആ സമയത്തെത്തുമ്പോൾ ഒരു തിരക്ക് കാണാറുണ്ട്. മറ്റൊരു വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്, ഇവർ ഈ 3D കൊണ്ട് കാണിച്ചു തരും. ഈ മുറി ഇങ്ങനെ ഇരിക്കും, ഈ വീടിൻ്റെ ഈ സ്ഥലം ഇങ്ങനെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ കളറൊക്കെ വെച്ച് വരച്ചുകൊണ്ട് കാണിച്ചു തരും. ഇവർ ഈ കാണിക്കുന്ന പടവും തീർന്നു വരുന്ന വീടും തമ്മിൽ പലയിടത്തും പല വ്യത്യാസങ്ങളും കണ്ടിട്ടുണ്ട്. എന്നാൽ ഇവരെങ്ങനെയാണോ നമുക്ക് ചിത്രത്തിൽ ഇത് കാണിച്ചു തരുന്നത്, അതിൻ്റെ 3D അനിമേറ്റ് ചെയ്ത് കാണിച്ചു തരുന്നത് എന്താണോ അതുമായിട്ട് 100% നീതി പുലർത്തുന്ന, ചിത്രത്തിൽ എന്ത് കണ്ടോ, ഫർണിച്ചറുകൾ ഉൾപ്പെടെ ചിത്രത്തിൽ എന്ത് കണ്ടോ അത് അതുപോലെ തീർത്തു തരാൻ പറ്റുന്നു എന്നുള്ളത് ഇവരുടെ ഒരു എക്സ്ട്രീം ടാലൻറ്റ് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒന്നാണ്. എല്ലാം ഗംഭീരമായി കൊള്ളാം. അപ്പോൾ ഈ വീടിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ള വിശ്വാസത്തോടു കൂടി സൈനിങ് ഓഫ്.